ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പേഴ്സൻറ്റേജ് ഓഫ് സ്റ്റീൽ. പേഴ്സൻറ്റേജ് ഓഫ് സ്റ്റീൽ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ആണ് നമ്മൾ ഇതിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പേഴ്സൻറ്റേജ് നമ്മൾ കണ്ടുപിടിക്കുന്നതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വാല്യൂസ് കോഡിൻ്റെ അകത്തുനിന്ന് പേഴ്സൻറ്റേജിനെ ബേസ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഷിയറിൻ്റെ ഡിസൈനിലാണെങ്കിലൊക്കെ ആ പേഴ്സൻറ്റേജ് ഓഫ് സ്റ്റീൽ എത്രയാണെന്നനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പം പേഴ്സൻറ്റേജിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. The percentage of tensile reinforcement can be found by equating the tensile and compressive forces. അപ്പോൾ ടെൻസൈൽ ഫോഴ്സും കംപ്രസീവ് ഫോഴ്സും ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പേഴ്സൻറ്റേജിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇക്വേഷനിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ AST എന്ന് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ A_ST എന്ന് പറയുന്നതായിരിക്കും ഏരിയ ഓഫ് സ്റ്റീൽ, അല്ലേ? കോൺക്രീറ്റിൽ വരുന്ന ഏരിയ ഓഫ് സ്റ്റീൽ നമ്മൾ ഇതുവരെ ഡിനോട്ട് ചെയ്തത് AST എന്ന് പറഞ്ഞിട്ടാണ്, അല്ലേ? ഏരിയ ഓഫ് സ്റ്റീൽ. അപ്പോൾ അതിൻ്റെ പേഴ്സൻറ്റേജാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു 50 മാർക്ക് 20 പറയുന്ന പോലെ, 50 മാർക്ക് 20 പറയുന്നത് പോലെ, അപ്പോൾ അതിൽ AST എന്ന് പറയുന്നത് 20. ഇനി ഔട്ട് ഓഫ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, അതിനെ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 20 ഡിവൈഡ് ബൈ 50 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ അത് പേഴ്സൻറ്റേജിലായി. അതേപോലെ തന്നെയാണ് ഇവിടെയും നമുക്ക് എത്രയാണ് മാർക്ക് എന്നുള്ളത് അറിയാം, അത് AST ആണ്. ഇനി അത് ഔട്ട് ഓഫ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ മാർക്ക് ഡിവൈഡ് ബൈ ഔട്ട് ഓഫ് എത്രയാണോ അത് ചെയ്ത് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പേഴ്സൻറ്റേജായി. അപ്പോൾ AST എന്ന് പറയുന്നത് ഏരിയ ഓഫ് സ്റ്റീൽ, അതിൻ്റെ ഔട്ട് ഓഫ് എന്ന് പറയുന്നത് അതിൻ്റെ ടോട്ടൽ ഏരിയ ആണ്. ഓവറോൾ ഏരിയ ആണ്. ടോട്ടൽ ഇത് നമ്മൾ നോക്കുന്ന ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ടോട്ടൽ ഏരിയ ആണ്. അപ്പോൾ നോർമലി അത് B/D ആണ്. ആ ടോട്ടൽ കോൺക്രീറ്റിൻ്റെ ആ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് B ഇൻറ്റു ഓവറോൾ ഡെപ്ത് D ആണ് ശരിക്കും വരേണ്ടത്. പക്ഷേ നമ്മളിവിടെ B ഇൻറ്റു സ്മോൾ ലെറ്റർ D ആണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം നമ്മൾ കൺസിഡർ ചെയ്യുമ്പം ആ ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റ് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിട്ടുള്ള D ആണ്, സ്മോൾ ലെറ്റർ D ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബാക്കിയുള്ള ആ ഡെപ്തിൽ വരുന്ന പോർഷൻ എന്ന് പറയുന്നത് കവറായിട്ടൊക്കെ എടുക്കുന്നത് കൊണ്ട്, അതുപോലെ തന്നെ ഒരു അഡീഷണൽ സേഫ്റ്റിയൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തേ ചെയ്യുന്നുള്ളൂ, ഈ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് വരെ, അതായത് സ്മോൾ ലെറ്റർ D എഫക്റ്റീവ് ഡെപ്താണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഓവറോൾ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുമ്പം B/D സ്മോൾ ലെറ്റർ D ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം AST ഔട്ട് ഓഫ് B/D ഇൻറ്റു 100 അതാണ് നമ്മുടെ പേഴ്സൻറ്റേജ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത്. അതിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത്. അപ്പോൾ 0.87 FI AST ഈസ് ഈക്വൽ ടു 0.36 FCK BXU. ടെൻസൈൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു കംപ്രസീവ് ഫോഴ്സ് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു AST ബൈ B/D എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു AST ബൈ B/D ഇൻറ്റു 100 ആണ് നമ്മുടെ പേഴ്സൻറ്റേജ് ഓഫ് സ്റ്റീൽ. അതിലേക്ക് നമുക്ക് എത്തണം. അപ്പോൾ ആദ്യം ഈ ഇക്വേറ്റ് ചെയ്തിരിക്കുന്ന ഇക്വേഷൻ നമുക്ക് AST ബൈ B എന്ന് പറയുന്ന ടേം ആക്കാനായിട്ട് പറ്റും. അപ്പോൾ AST ബൈ B എന്നുള്ള ടേം ആക്കി. B RHSലായിരുന്നു, RHSലുള്ള B LHSലേക്ക് കൊണ്ടുവന്നു. AST ഡിവൈഡ് ബൈ B ആയി. ഇവിടെയുള്ള 0.87 FI RHSലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 0.36 FCK XU ഡിവൈഡ് ബൈ 0.87 FI. ഇനി AST ബൈ BD എന്നുള്ള ടേം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും LHSലും RHSലും 1/D എന്ന് പറയുന്ന ടേം വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈയും ബോത്ത് സൈഡ്സ് ബൈ 1/D നമുക്കിങ്ങനെ കിട്ടും. AST ബൈ BD ഈസ് ഈക്വൽ ടു 0.36 FCK XU ഡിവൈഡ് ബൈ 0.87 FI ഇൻറ്റു D. അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ 1/D വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ Dയുടെ ടേം രണ്ട് സൈഡിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് AST ബൈ BD എന്നുള്ള ടേമായി മാറി LHSൽ. ഇനി ഇൻറ്റു 100 ചെയ്താൽ മതി, പേഴ്സൻറ്റേജായി. പേഴ്സൻറ്റേജ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് PT എന്ന് പറഞ്ഞിട്ടാണ്, പേഴ്സൻറ്റേജ് ഓഫ് സ്റ്റീൽ. പേഴ്സൻറ്റേജ് ഓഫ് സ്റ്റീൽ PT ഈസ് ഈക്വൽ ടു AST ബൈ BD ഇൻറ്റു 100. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് RHSൽ എന്തായിരിക്കും വരിക, PT ഈസ് ഈക്വൽ ടു AST ബൈ BD ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 0.36 FCK XU ഡിവൈഡ് ബൈ 0.87 FI D ഇൻറ്റു 100. ഇതാണ് നമ്മുടെ പേഴ്സൻറ്റേജിൻ്റെ ഇക്വേഷൻ. 0.36 FCK XU ഡിവൈഡ് ബൈ 0.87 FI ഇൻറ്റു D into 100. As the value of XU by D is limited,
ഇറ്റ്സ് മാക്സിമം വാല്യൂ ഗീവ്സ് ദ മാക്സിമം പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ. അപ്പം എക്സ് യു എന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിസിൻ്റെ വാല്യൂ. എക്സ് യു ബൈ ഡി ലിമിറ്റഡ് ആണെന്ന് പറയുമ്പോൾ എക്സ് യുവിൻ്റെ ഒരു വാല്യൂ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ആ വാല്യൂ എന്ന് പറയുന്നത് എക്സ് യു മാക്സ് ആണ്. ഓക്കെ, അപ്പം ആസ് ദ വാല്യൂ ഓഫ് എക്സ് യു ബൈ ഡി ഈസ് ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ എക്സ് യു മാക്സ് ബൈ ഡി ആണ് ആ ലിമിറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ. ഇറ്റ്സ് മാക്സിമം വാല്യൂ, അതായത് എക്സ് യു മാക്സ് ബൈ ഡി വരുന്ന സമയത്ത് ഗീവ്സ് ദ മാക്സിമം പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ. ഓക്കെ, എക്സ് യു മാക്സ് ബൈ ഡി വരുമ്പോൾ അവിടെ മാക്സിമം പെർസെൻറ്റേജ് ആണ് നമുക്ക് കിട്ടുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് പി ടി ലിമിറ്റ് ഈസ് ഈക്വൽ ടു, ഓക്കെ, പെർസെൻറ്റേജ് മാക്സിമം പെർസെൻറ്റേജ് എന്ന് പറയുന്നത് പി ടി ലിമിറ്റാണ്. ഓക്കെ, നമ്മൾ നോർമൽ പെർസെൻറ്റേജ് പി സഫിക്സ് ടി എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മാക്സിമം പെർസെൻറ്റേജ് പി ടി ലിമിറ്റ് എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇതിൽ ആകെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, നമ്മുടെ ഇക്വേഷൻ്റെ അകത്ത് എക്സ് യു വരുന്ന സ്ഥലത്ത് ഇവിടെ നമ്മൾ എക്സ് യു മാക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അതായത് എക്സ് യു എന്ന് പറയുന്ന വാല്യൂ ലിമിറ്റ് ചെയ്തത് എക്സ് യു മാക്സ് ആയിട്ടാണ്. ഓക്കെ, അപ്പം എക്സ് യു മാക്സ് നമ്മൾ എന്ത് ചെയ്യും, ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് പെർസെൻറ്റേജ് ലിമിറ്റ് ആയിരിക്കും, പി ടി ലിമിറ്റ് എന്ന് പറയുന്ന ടേം ആയിരിക്കും. ഓക്കെ, പി ടി ലിമിറ്റ് ഈസ് ഈക്വൽ ടു 0.36 FCK എക്സ് യു മാക്സ് ഡിവൈഡഡ് ബൈ 0.87 FI D ഇൻറ്റു 100. ഓക്കെ, ഇതാണ് നമ്മുടെ പി ടി ലിമിറ്റിൻ്റെ ഇക്വേഷൻ. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ബാലൻസ്ഡ് അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആൻഡ് ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. ഓക്കെ, ബാലൻസ്ഡ് സെക്ഷൻ എന്താണ്, അതുപോലെ അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ എന്താണ്, ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ എന്താണെന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ നിങ്ങൾ നോക്കുക. ഈ ഫിഗറിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്രോസ് സെക്ഷനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത് ഇതൊരു സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീമാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് കാരണം ബോട്ടം സോണിൽ മാത്രമാണ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഒരു സോണിൽ മാത്രം കൊടുത്തുകൊണ്ട് അത് സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീം. ഓക്കെ, ഇനി ആ ബീമിൻ്റെ സൈസ് എന്ന് പറയുന്നത്, അതായത് വിഡ്ത്ത് ബി ആണ്, സ്മോൾ ലെറ്റർ ബി ആണ്. അതിൻ്റെ ഓവറോൾ ഡെപ്ത് ടോപ്പ് ടു ബോട്ടം ഓഫ് ദ ബീം ക്യാപിറ്റൽ ഡി ആണ്. എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ഡി ആണ്. ഓക്കെ, അതായത് അതിൻ്റെ ടോപ്പിൽ നിന്ന് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്, അതാണ് എഫക്റ്റീവ് ഡെപ്ത് ഡി. സ്മോൾ ലെറ്റർ ഡി വെച്ച് ഡിനോട്ട് ചെയ്തു. ഓവറോൾ ഡെപ്ത് ക്യാപിറ്റൽ ഡി. ന്യൂട്രൽ ആക്സിസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ഏരിയ എന്ന് പറയുന്നത് AST ആണ്, A സഫിക്സ് ST, നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏരിയ. ഓക്കെ, അതാണ് നമുക്ക് ക്രോസ് സെക്ഷൻ്റെ ഫിഗറിൽ നിന്ന് മനസ്സിലാവാനായിട്ട് പറ്റുന്നത്. ഇനി രണ്ടാമത്തത് ബി എന്ന് പറയുന്നത് ബാലൻസ് സെക്ഷൻ്റെ ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ബാലൻസ് സെക്ഷൻ്റെ ആ ഒരു ഫിഗർ നോക്കുന്ന സമയത്ത് ബാലൻസ് സെക്ഷൻ്റെ സ്ട്രെയിനിൻ്റെയാണ് എല്ലാം തന്നിട്ടുള്ളത്. സ്ട്രെയിൻ ഡയഗ്രാംസ് ആണിത്. ഫസ്റ്റ് ബാലൻസ് സെക്ഷൻ്റെ സ്ട്രെയിൻ ഡയഗ്രാമാണ് ബി എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പിലുള്ള സ്ട്രെയിൻ എപ്സിലോൺ CU എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ളതായിട്ട് കാണാം. അതുപോലെ തന്നെ ഏറ്റവും താഴെയുള്ള സ്ട്രെയിൻ എപ്സിലോൺ SU എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ളതായിട്ട് കാണാം. എപ്സിലോൺ CU എന്ന് പറയുന്നത് കോൺക്രീറ്റിൽ ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം സ്ട്രെയിൻ ആണ്. അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു, അസംഷനിലൊക്കെ പഠിച്ചതാണ്. എപ്സിലോൺ CU എന്ന് പറയുന്നത് 0.0035 ആണ്. ഓക്കെ, അത് നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ എപ്സിലോൺ SU എന്ന് പറയുന്നത് 0.87 FI/ES പ്ലസ് 0.002 റീഇൻഫോഴ്സ്മെൻറ്റിൽ വരാവുന്ന മാക്സിമം സ്ട്രെയിൻ. അപ്പോൾ രണ്ട് മാക്സിമം സ്ട്രെയിനിന് കറസ്പോണ്ടിങ് ആയിട്ട് വരച്ചിരിക്കുന്ന സ്ട്രെയിൻ ഡയഗ്രാം. ഓക്കെ, അതാണ് ബാലൻസ് സെക്ഷൻ്റെ കേസിൽ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫെയിലാവുന്നത്, അതായത് ബാലൻസ് സെക്ഷൻ ഫെയിലാവുമ്പോൾ അൾട്ടിമേറ്റ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റും അൾട്ടിമേറ്റ് സ്ട്രെയിൻ ഇൻ സ്റ്റീലും ഒരേ സമയത്ത് എത്തുക. ഓക്കെ, അതായത് ഒരേ സമയത്താണ് ഇതിൽ സ്റ്റീലും കോൺക്രീറ്റും ഫെയിലാവുക. കാരണം ഈ കേസിൽ ഇപ്പം നമ്മൾ ഈ ഫിഗറിൽ നോക്കുമ്പോൾ രണ്ടിലും അൾട്ടിമേറ്റ് സ്ട്രെയിനാണ് കാണിച്ചിരിക്കുന്നത്. എപ്സിലോൺ CU എന്ന് പറയുന്നത് 0.0035 ആണ്. അത് കോൺക്രീറ്റിൽ വരാവുന്ന മാക്സിമം സ്ട്രെയിൻ ആണ്. അതുപോലെ എപ്സിലോൺ SU എന്ന് പറയുന്നത് 0.87 FI/ES പ്ലസ് 0.002 ആണ്. അത് സ്റ്റീലിൽ വരാവുന്ന മാക്സിമം സ്ട്രെയിൻ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബാലൻസ് സെക്ഷൻ്റെ അകത്ത് സ്റ്റീലിലും അതുപോലെ തന്നെ കോൺക്രീറ്റിലും അൾട്ടിമേറ്റ് സ്ട്രെയിൻ ഒരേ സമയത്താണ് എത്തുന്നത്. അതിൻ്റെ അർത്ഥം ഈ അൾട്ടിമേറ്റ് സ്ട്രെയിൻ്റെ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്താൽ എന്താണ്, ഫെയിലിയർ ആണ് അല്ലേ. ഈ സ്ട്രെയിൻ ആണ് മാക്സിമം ലിമിറ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെറ്റീരിയലിന് അത് റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല.
0.0035 സ്ട്രെയിൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കോൺക്രീറ്റ് അവിടെ ഫെയിൽ ആയിരിക്കും. അതുപോലെ തന്നെ എപ്സിലോൺ SU 0.87 FI/ES പ്ലസ് 0.002 എന്ന് പറയുന്ന സ്ട്രെയിൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്റ്റീലും ഫെയിൽ ആവും. അപ്പം മാക്സിമം സ്ട്രെയിൻ ആണ് രണ്ടിലും, സ്റ്റീലിലും കോൺക്രീറ്റിലും വരുന്നത്. അപ്പം ഈ കേസിൽ ബാലൻസ് സെക്ഷൻ്റെ കേസിൽ ഈ മാക്സിമം സ്ട്രെയിൻ അറ്റൈൻ ചെയ്യുന്നത് ഒരേ സമയത്താണ്. ഓക്കെ, അതായത് സ്റ്റീലും കോൺക്രീറ്റും ഫെയിൽ ആവുന്നത് അറ്റ് എ ടൈം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫിഗറിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ വരുന്ന ന്യൂട്രൽ ആക്സിസ് XU മാക്സ് മാർക്ക് ചെയ്തിട്ടുള്ള കാണാനായിട്ട് പറ്റും. ഓക്കെ, ആ XU മാക്സ് ആണ് നമ്മുടെ ക്രിട്ടിക്കൽ ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, അപ്പം മാക്സിമം നമ്മൾ ഓൾറെഡി പഠിച്ചു, മാക്സിമം സ്ട്രെയിനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിൻ ഡയഗ്രത്തിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രൽ ആക്സിസിൻ്റെ വാല്യൂ ആണ് XU മാക്സ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന മാക്സിമം സ്ട്രെയിനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിൻ ഡയഗ്രമാണ്. അപ്പോൾ അവിടെ വരുന്ന ന്യൂട്രൽ ആക്സിസ് എന്തായിരിക്കും? XU മാക്സ് ആയിരിക്കും. ഓക്കെ, ഇത് XU മാക്സ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, അല്ലെങ്കിൽ മാക്സിമം ന്യൂട്രൽ ആക്സിസ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് ന്യൂട്രൽ ആക്സിസ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം ബാലൻസ് സെക്ഷനിൽ XU മാക്സ് ആയിരിക്കും ന്യൂട്രൽ ആക്സിസ് വരിക. അപ്പോൾ ഇവിടെ XU മാക്സ് വന്നതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ എത്രയായിരിക്കും ബാലൻസ് സെക്ഷൻ്റെ അകത്ത്? XU മാക്സ് ഇട്ടിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന സ്റ്റീൽ ഏതാണ്? PT ലിമിറ്റ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ PT = PT ലിമിറ്റ് ആണ്. ഓക്കെ, അതേപോലെ XU എന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിസ് ആണ്. XU = XU മാക്സ് ആണ് ബാലൻസ് സെക്ഷൻ്റെ കേസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈൽഡ് സ്ട്രെയിൻ സ്റ്റീലും കോൺക്രീറ്റിലുള്ള അൾട്ടിമേറ്റ് സ്ട്രെയിനും ഒരേ സമയത്താണ്. ഓക്കെ, മാക്സിമം വാല്യൂ ഒരേ സമയത്താണ് വരുന്നത്. അതായത് സ്റ്റീലും കോൺക്രീറ്റും ഫെയിൽ ആവുന്നത് ഒരേ സമയത്താണ്. പിന്നെ ഇതിൽ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് വരിക, ബാലൻസ് സെക്ഷനിൽ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് വരിക. ഇപ്പോൾ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചു അല്ലേ? ലിമിറ്റിംഗ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് MU ലിമിറ്റ് ഉണ്ട്. നോർമലി മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള ഇക്വേഷനും നമ്മൾ ഡിറൈവ് ചെയ്തു. അപ്പോൾ ബാലൻസ് സെക്ഷൻ്റെ കേസിൽ ന്യൂട്രൽ ആക്സിസിൻ്റെ വാല്യൂ XU = എന്താണ്? XU മാക്സ് ആണ് അല്ലേ? XU = XU മാക്സ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ യൂസ് ചെയ്യുന്നത് XU മാക്സ് എന്ന് പറയുന്ന ടേമാണ്. അപ്പോൾ XU മാക്സ് എന്ന് പറയുന്ന ടേം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? MU ലിമിറ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ കേസിൽ MU ലിമിറ്റാണ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും? കണ്ടുപിടിക്കാം. മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ബാലൻസ് സെക്ഷൻ്റെ കേസിൽ കണ്ടുപിടിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് നമ്മളെ കോഡിലുള്ള ഇക്വേഷൻ. MU ലിമിറ്റ് = 0.36 FCK XU max by D into 1 - 0.42 XU max divided by D into BD². ആ കോഡിലുള്ള സെയിം ഇക്വേഷൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഡിറൈവ് ചെയ്ത പോലെ MU ലിമിറ്റ് = 0.87 FI/AST into D into 1 - 0.42 XU max by D. ആ ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഏത് ഇക്വേഷൻ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്തിട്ട് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ബാലൻസ് സെക്ഷനിലെ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് MU ലിമിറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ രണ്ടാമത്തെ ഫിഗർ നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ഫിഗർ C എന്ന് പറയുന്ന ഫിഗർ നോക്കുകയാണെങ്കിൽ അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷനാണ് അല്ലേ? അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ. അപ്പം ബാലൻസ് സെക്ഷൻ നമ്മൾ പഠിച്ചു. ഈ അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷനിൽ ആ ഫിഗർ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കോൺക്രീറ്റിൻ്റെ സ്ട്രെയിൻ, ഓക്കെ, മാക്സിമം സ്ട്രെയിൻ എന്നുള്ളത് εCU എന്നുള്ളത് 0.0035 ആണ്. എന്നാൽ അതിന് മുമ്പ് ഉള്ളൊരു സ്ട്രെയിൻ നിങ്ങൾക്ക് കാണാം, ε'CU എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒറിജിനൽ കേസിൽ വരുന്ന അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷനിൽ വരുന്ന സ്ട്രെയിൻ കോൺക്രീറ്റിൻ്റെ കേസിൽ. അതേപോലെ താഴെ നോക്കുകയാണെങ്കിൽ അവിടെ മാക്സിമം വാല്യൂ ε'SU ആണ്. ഓക്കെ, ആ ഡോട്ടഡ് ലൈനിൽ വരച്ചാണ് ഇതിൽ വരുന്ന ആക്ച്വൽ ഡയഗ്രാം, സ്ട്രെയിൻ ഡയഗ്രാം. ഓക്കെ, 0.0035 താഴെയുള്ള 0.87 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് ബാലൻസ് സെക്ഷനിൽ വരുന്ന സ്ട്രെയിൻ ഡയഗ്രാമാണ്. ഓക്കെ, അത് ബാലൻസ് സെക്ഷനിൽ വരുന്ന അവിടെ ഡാർക്കായിട്ട് വരച്ചിട്ടുണ്ട്. ഡോട്ടഡ് ലൈനിൽ വരച്ചിരിക്കുന്നത് ഡോട്ടഡ് ലൈനിൽ വരച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷനിൽ വരുന്ന സ്ട്രെയിൻ ഡയഗ്രാമാണ്. അപ്പോൾ ആ സ്ട്രെയിൻ ഡയഗ്രാം ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ടോപ്പിൽ ε'CU എന്ന് പറയുന്ന ഒരു സ്ട്രെയിനെ എത്തിയിട്ടുള്ളൂ. അതായത് ആ വാല്യൂ എന്ന് പറയുന്നത്, ആ സ്ട്രെയിൻ വാല്യൂ എന്ന് പറയുന്നത് 0.0035 എന്ന് പറയുന്ന മാക്സിമം സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റിനേക്കാളും കുറവാണ് ε'CU എന്ന് പറയുന്ന സ്ട്രെയിൻ. എന്നാൽ സ്റ്റീലിൻ്റെ കേസിൽ ആ മാക്സിമം വാല്യൂ എത്തിയിട്ടുണ്ട് താനും. അതായത് സ്റ്റീലിൽ വരുന്ന സ്ട്രെയിൻ അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ്റെ കേസിൽ ε'SU = 0.87 FI/ES + 0.002 എത്തിയിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ഇത് അർത്ഥാക്കുന്നത് എന്താണ്? ഒരു പർട്ടിക്കുലർ കേസിൽ ഇതിൽ ആദ്യം ഫെയിൽ ആവുന്ന എന്തായിരിക്കും ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെയിൻ ഇതിൽ ആദ്യം എത്തുന്ന ഏതായിരിക്കും? ഈ ഫിഗർ നോക്കുമ്പോൾ അൾട്ടിമേറ്റ് സ്ട്രെയിൻ ആദ്യം എത്തുന്നത് ഏതിലാണ്? ഇപ്പം മാക്സിമം എത്തിക്കിടക്കുന്ന ഏതിലാണ്? സ്റ്റീലിലാണ് അല്ലേ? അപ്പോൾ ഇതിൽ ഫസ്റ്റ് അൾട്ടിമേറ്റ് സ്ട്രെയിൻ എത്തുന്നത് അല്ലെങ്കിൽ ഈൽഡ് സ്ട്രെയിൻ എത്തുന്നത് സ്റ്റീലിലായിരിക്കും. ഓക്കെ, ആ സമയത്ത് അൾട്ടിമേറ്റ് സ്ട്രെയിൻ സ്റ്റീലിലെത്തുന്ന സമയത്ത് കോൺക്രീറ്റിൽ അൾട്ടിമേറ്റ് സ്ട്രെയിൻ എത്തിയിട്ടുണ്ടാവില്ല. കോൺക്രീറ്റിൽ വരുന്ന സ്ട്രെയിൻ എന്ന് പറയുന്നത് എപ്സിലോൺ ഡാറ്റ് സി യു, അതായത് ദാറ്റ് ഈസ് ലെസ് ദാൻ 0.0035 ആയിരിക്കും. ഓക്കെ, അപ്പം അൾട്ടിമേറ്റ് സ്ട്രെയിൻ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അതിൻ്റെ മേലെ ഫെർദർ ലോഡിങ് നമ്മൾ ആ ഒരു ബീമിൻ്റെ മേലെ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റീലായിരിക്കും എന്ത് ചെയ്യുക? അൾട്ടിമേറ്റ് സ്ട്രെയിൻ ക്രോസ് ചെയ്യുക. അൾട്ടിമേറ്റ് സ്ട്രെയിൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഈൽഡ് സ്ട്രെയിൻ സ്റ്റീൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫെയിലിയർ ആയിരിക്കും അല്ലേ? അപ്പം ഇതിൽ ആദ്യം ഫെയിൽ ആവുന്നത് ഏതായിരിക്കും? സ്റ്റീലായിരിക്കും ഫെയിൽ ആവുന്നത്. അപ്പോൾ സ്റ്റീൽ ഫസ്റ്റ് ഈ ഒരു സെക്ഷനിൽ ഫെയിൽ ആവുന്നത് കൊണ്ട് ശരിക്കും അവിടെ ഗുണമാണോ ദോഷമാണോ ഉള്ളത്? അവിടെ ഗുണമാണുള്ളത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഡക്റ്റൈൽ ബിഹേവിയറാണ്. ഓക്കെ, ഡക്റ്റൈലാണ് സ്റ്റീലിൻ്റെ ബിഹേവിയർ. ഡക്റ്റൈൽ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചു നീട്ടാനുള്ള പ്രോപ്പർട്ടി. അപ്പം സ്റ്റീൽ ഫെയിൽ ആവുന്നതിന് മുമ്പ് വലിഞ്ഞു തുടങ്ങും. ഓക്കെ, വലിഞ്ഞു തുടങ്ങുമ്പോൾ ആ വലിഞ്ഞു തുടങ്ങുന്നതിനനുസരിച്ചിട്ട് കോൺക്രീറ്റിൽ ക്രാക്സ് വിസിബിൾ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവും അതായത് ഫെയിൽ ആവാൻ പോകുന്നുണ്ട്. നമുക്കൊരു വാർണിംഗ് ടൈം കിട്ടും, സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വാർണിംഗ് ടൈം നമുക്ക് അണ്ടർ റീൻഫോഴ്സ് സെക്ഷൻ്റെ കേസിൽ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോപ്പർ റിപ്പയർസും മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യാനും അതിൻ്റെ ഫെർദർ ലോസും നമുക്ക് ഒഴിവാക്കാനായിട്ടൊക്കെ പറ്റും ഈ ഒരു സെക്ഷൻ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ, ഈ അണ്ടർ റീൻഫോഴ്സ് സെക്ഷനായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അതായത് ഫെർദർ വാർണിംഗ് ടൈം കിട്ടും. സ്റ്റീൽ ഡക്റ്റൈൽ ബിഹേവിയർ ആയതുകൊണ്ട് അവിടെ ഫെയിലിയർ സഡൻ ആയിരിക്കില്ല, നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള വാർണിംഗ് ടൈം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ ഇവിടെ ന്യൂട്രൽ ആക്സിസ് വന്നിരിക്കുന്ന എവിടെയാണ്? അതായത് ഇവിടെ സ്റ്റീലിൽ വരുന്ന കോൺക്രീറ്റിൽ വരുന്ന സ്ട്രെയിനിൻ്റെ വാല്യൂ 0.0035 കുറവാണ്. അപ്പോൾ അത് ബോട്ടത്തിൽ മാക്സിമം വാല്യൂ തന്നെ സ്റ്റീലിൻ്റെ കേസിൽ വരുന്നുണ്ട്. അപ്പോൾ അത് കറസ്പോണ്ടിങ് ആയിട്ട് വരയ്ക്കുമ്പം ഇവിടെ ആക്ച്വൽ ന്യൂട്രൽ ആക്സിസ് വരുന്ന എവിടെയാണ്? ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ ഫിഗറിൽ. ആക്ച്വൽ ന്യൂട്രൽ ആക്സിസ് ഈസ് ഈക്വൽ ടു XU. ആ വാല്യൂ XU മാക്സിനേക്കാളും കൂടുതലാണോ കുറവാണോ? XU മാക്സിനേക്കാളും കുറവാണ്. അപ്പം അണ്ടർ റീൻഫോഴ്സ് സെക്ഷൻ്റെ കേസിൽ XU വാല്യൂ ഈസ് ലെസ് ദാൻ XU മാക്സ് ആണ്. ഓക്കെ, അപ്പോൾ XU വാല്യൂ തന്നെയാണ്, XU മാക്സിനേക്കാളും കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന പേഴ്സൻറ്റേജ് എന്തായിരിക്കും? ഇവിടെ വരുന്ന പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് PT ലിമിറ്റിനേക്കാളും കുറവായിരിക്കും. ഓക്കെ, XU മാക്സിനേക്കാളും കുറവായതുകൊണ്ട് തന്നെ PT ഈസ് ലെസ് ദാൻ PT ലിമിറ്റ് ആയിരിക്കും വരിക. ഓക്കെ, അപ്പം ഇതിൽ വരുന്ന പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് ആ ലിമിറ്റിംഗ് പെർസെൻറ്റേജിനേക്കാളും കുറവ് മതി. ഓക്കെ, ആ ലിമിറ്റിംഗ് പെർസെൻറ്റേജിനേക്കാളും കുറവ് വരുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഫസ്റ്റ് ഫെയിൽ ആവുന്നത് സ്റ്റീലാവുന്നത്. ഓക്കെ, ഫസ്റ്റ് ഫെയിൽ ആവുന്നത് സ്റ്റീലാണ്. അപ്പോൾ സ്റ്റീൽ ഫെയിൽ ആവുമ്പോൾ നമുക്ക് സ്റ്റീലിൻ്റെ ഡക്റ്റൈൽ ബിഹേവിയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം വാർണിംഗ് ടൈം നമുക്ക് ഈ കേസിൽ കിട്ടും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിസൈൻ അണ്ടർ റീൻഫോഴ്സ് സെക്ഷനിൽ ഡിസൈൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം എല്ലാ കേസിലും അണ്ടർ റീൻഫോഴ്സ് സെക്ഷനിൽ തന്നെ ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ. ഡിസൈൻ അണ്ടർ റീൻഫോഴ്സ് സെക്ഷനിൽ തന്നെ ചെയ്യാറുള്ളൂ. കാരണം സേഫ്റ്റി നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ആണ്. അപ്പം സേഫ്റ്റി ക്രൈറ്റീരിയനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ആ ഒരു വാർണിംഗ് ടൈം. ഓക്കെ, പെട്ടെന്ന് ഫെയിൽ ആവാതെയുള്ള ആ ഒരു വാർണിംഗ് ടൈം നമുക്ക് കിട്ടുന്നത് സേഫ്റ്റീൻ്റെ ക്രൈറ്റീരിയ വെച്ച് നോക്കുമ്പോൾ നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അണ്ടർ റീൻഫോഴ്സ് സെക്ഷനാണ് ഡിസൈൻ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ പേഴ്സൻറ്റേജ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് PT ലിമിറ്റിനേക്കാളും കുറവായതുകൊണ്ട് തന്നെ ലിമിറ്റിംഗ് പെർസെൻറ്റേജിനേക്കാളും കുറവ് പെർസെൻറ്റേജ് മതി സ്റ്റീൽ ഇതിൻ്റെ അകത്ത്. അതുകൊണ്ട് തന്നെ ഇത് എക്കണോമിക്കലാണ്. ഈ രീതിയിൽ ഡിസൈൻ ചെയ്യുന്നത് എക്കണോമിക്കലുമാണ്. ഓക്കെ, അപ്പം ഇത് XU എന്ന് പറയുന്ന വാല്യൂ ലെസ് ദാൻ XU മാക്സ് ആയതുകൊണ്ട് ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് നമുക്ക് XU എന്ന് പറയുന്ന വാല്യൂ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. MU ലിമിറ്റ് അല്ല അണ്ടർ റീൻഫോഴ്സ് സെക്ഷനിലെ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് MU തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മൾ XU എന്ന് പറയുന്ന വാല്യൂ ഇട്ടതിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോഡിലുള്ള MU ഈസ് ഈക്വൽ ടു 0.87 FIAST into D into 1 minus FIAST divided by BDFCK എന്ന് പറയുന്ന ആ ഇക്വേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം ആ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളത് XU/D വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഇക്വേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആ കോഡിലുള്ള അനക്സ് G എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്ന ഇക്വേഷൻ, ആ ക്ലോസ് G 1.1 രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ടുള്ള
ആ ഇക്വേഷനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷനിൽ ഫസ്റ്റ് ഫെയിൽ ആവുന്നത് അൾട്ടിമേറ്റ് സ്ട്രെയിൻ എത്തുന്നത് സ്റ്റീലിലായിരിക്കും. അപ്പോൾ സ്റ്റീലാണ് ഫസ്റ്റ് ഫെയിൽ ആവുക. ആ സമയത്ത് കോൺക്രീറ്റിൽ അൾട്ടിമേറ്റ് സ്ട്രെയിൻ എത്തിയിട്ടുണ്ടാവില്ല. ഓക്കെ, അതേപോലെ ഇതിൽ XU എന്ന് പറയുന്നത് ലെസ് ദാൻ XU മാക്സ് ആണ്. അതേപോലെ സ്റ്റീല് ഫസ്റ്റ് ഫെയിൽ ആവുന്നത് കൊണ്ട് സ്റ്റീലിൻ്റെ ബിഹേവിയർ ഡക്റ്റൈൽ ആയതുകൊണ്ട് നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള വാർണിംഗ് ടൈം നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സെക്ഷൻ അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. അതേപോലെ ഇതിൽ PT എന്ന് പറയുന്നത് ലെസ് ദാൻ PT ലിമിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം അതായത് അണ്ടർ ബാലൻസ് സെക്ഷനേക്കാളും കുറവ് റീഇൻഫോഴ്സ്മെൻറ്റ് മതി അണ്ടർ റീഇൻഫോഴ്സിൻ്റെ കേസിൽ. അതുകൊണ്ട് തന്നെ ഇത് എക്കണോമിക്കലായി മാറി. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് എക്കണോമിക്കൽ സെക്ഷനാണ്. അതുപോലെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ XU എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. MU ആണ് ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. MU ലിമിറ്റ് ഈ കേസിൽ വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ഓവർ റീഇൻഫോഴ്സ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഗറിൽ D നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവർ റീഇൻഫോഴ്സ് സെക്ഷനാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ബാലൻസ് സെക്ഷൻ്റെ കേസിലുള്ള സ്ട്രെയിൻ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഡോട്ടഡ് ലൈനിൽ ഓവർ റീഇൻഫോഴ്സ് സെക്ഷൻ്റെ കേസ് വരുന്ന സ്ട്രെയിൻ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ്റെ ആ സ്ട്രെയിൻ ഡയഗ്രാം ശ്രദ്ധിച്ചാൽ കോൺക്രീറ്റിൽ മാക്സിമം സ്ട്രെയിൻ അറ്റൈൻ ചെയ്തിട്ടുണ്ട്. അതായത് 0.0035 എന്ന് പറയുന്ന വാല്യൂ കോൺക്രീറ്റിലെത്തിയിട്ടുണ്ട്. എന്നാൽ സ്റ്റീലിൻ്റെ കേസിൽ നോക്കുമ്പം സ്ട്രെയിൻ വാല്യൂ മാക്സിമം എത്തിയിട്ടില്ല. ε-SU എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് അവിടെ സ്ട്രെയിൻ വന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് ലെസ് ദാൻ ε-SU. അതായത് ε-SU ഇസ് ലെസ് ദാൻ 0.87 FI/ES പ്ലസ് 0.002. അപ്പോൾ ഇതിൽ മാക്സിമം സ്ട്രെയിൻ അറ്റൈൻ ചെയ്യുന്നത് കോൺക്രീറ്റ് ആയിരിക്കും. ആ സമയത്ത് സ്റ്റീലിൽ മാക്സിമം സ്ട്രെയിൻ എത്തിയിട്ടുണ്ടാവില്ല. ഓക്കെ, അതായത് അൾട്ടിമേറ്റ് സ്ട്രെയിൻ അല്ലെങ്കിൽ ഈൽഡ് സ്ട്രെയിൻ ആ സമയത്ത് എത്തിയിട്ടുണ്ടാവില്ല സ്റ്റീലിൻ്റെ കേസിൽ. കോൺക്രീറ്റിലാണെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെയിൻ മാക്സിമം സ്ട്രെയിൻ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം ഫെയിൽ ആവുന്നത് ഏതായിരിക്കും? കോൺക്രീറ്റ് ആയിരിക്കും. ഓവർ റീഇൻഫോഴ്സ് സെക്ഷനിൽ ആദ്യം ഫെയിൽ ആവുക. അപ്പോൾ കോൺക്രീറ്റ് ആദ്യം ഫെയിൽ ആകുമ്പം അവിടെ ഗുണമാണോ ദോഷമാണോ? കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബ്രിറ്റിൽ പ്രോപ്പർട്ടി ആണല്ലേ. അതായത് സഡൻ ഫെയിലിയർ ആയിരിക്കും. ബ്രിറ്റിൽ പ്രോപ്പർട്ടി ആയതുകൊണ്ട് സഡൻ ഫെയിലിയർ ആയിരിക്കും കോൺക്രീറ്റിൽ. ഓക്കെ, അപ്പോൾ സഡൻ ഫെയിലിയർ വരുന്നത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള വാർണിംഗ് ടൈമും കാര്യങ്ങളൊന്നും കിട്ടില്ല. അതിന് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതൽ ലോഡ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ഫെയിലിയർ ആയിരിക്കും ഈ ഒരു സെക്ഷൻ ഓവർ റീഇൻഫോഴ്സ് സെക്ഷനിൽ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ അൾട്ടിമേറ്റ് സ്ട്രെയിൻ ഫസ്റ്റ് റീച്ച് ചെയ്യുന്നത് കോൺക്രീറ്റ് ആണ്. അതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് ആണ് ഇവിടെ. ആ സമയത്ത് സ്റ്റീലിൽ സ്ട്രെയിൻ അൾട്ടിമേറ്റ് എത്തിയിട്ടുണ്ടാവില്ല. കോൺക്രീറ്റ് ആണ് ഫസ്റ്റ് ഫെയിൽ ആവുന്നത്. കോൺക്രീറ്റ് ഫസ്റ്റ് ഫെയിൽ ആവുന്നത് കൊണ്ട് കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബ്രിറ്റിൽ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ സഡൻ ഫെയിലിയർ ആയിരിക്കും. വാർണിംഗ് ഒന്നും നമുക്ക് കിട്ടില്ല. ഓക്കെ, ഫെയിലിയർ ഈസ് സഡൻ വിത്തൗട്ട് വാർണിംഗ്. അതേപോലെ നിങ്ങൾ ഫിഗറിൽ നോക്കുമ്പോൾ ഇവിടെ ന്യൂട്രൽ ആക്സിസിൻ്റെ വാല്യൂ നോക്കുമ്പോൾ ഓക്കെ, അതായത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആക്ച്വൽ ന്യൂട്രൽ ആക്സിസ് XU വന്നിരിക്കുന്നത് എവിടെയാണ്? അതായത് നമ്മൾ മാക്സിമം സ്ട്രെയിൻ കോൺക്രീറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടും ε-SU എന്ന് പറയുന്ന വാല്യൂ സ്ട്രെയിൻ ഇൻ സ്റ്റീൽ ε-SU എത്തിയിട്ടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ആക്ച്വൽ ന്യൂട്രൽ ആക്സിസ് വരുന്നത് XU മാക്സിനേക്കാളും താഴെയാണ് അല്ലേ. അപ്പോൾ ഈ കേസിൽ XU എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ XU മാക്സ് ആയിരിക്കും. ഓക്കെ, ഓവർ റീഇൻഫോഴ്സ് സെക്ഷനിൽ XU എന്ന് പറയുന്ന ആ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈക്വൽ ടു XU മാക്സും അല്ല, ലെസ് ദാൻ XU മാക്സും അല്ല. XU ഈസ് ഗ്രേറ്റർ ദാൻ XU മാക്സ് ആണ് ഈ കേസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ XU ഗ്രേറ്റർ ദാൻ XU മാക്സ് വരുന്നതുകൊണ്ട് തന്നെ PT എന്ന് പറയുന്ന വാല്യൂ PT ലിമിറ്റിനേക്കാളും കുറവായിരിക്കുമോ, ഈക്വൽ ആയിരിക്കുമോ, കൂടുതലായിരിക്കുമോ? ഇപ്പോൾ XU മാക്സിനേക്കാളും XU വാല്യൂ കൂടുന്നത് കൊണ്ട് ഇവിടെ ആവശ്യമായിട്ടുള്ള പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ PT ലിമിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ബാലൻസ് സെക്ഷനേക്കാളും കൂടുതൽ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ഓവർ റീഇൻഫോഴ്സ് സെക്ഷൻ ആവശ്യമാണ്. ഓക്കെ, അപ്പം കൂടുതൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഉള്ളത് കൊണ്ടാണ് റീഇൻഫോഴ്സ്മെൻറ്റ് ഫസ്റ്റ് ഇവിടെ ഫെയിൽ ആവാത്തത്. ഓക്കെ, കോൺക്രീറ്റ് ഫസ്റ്റ് ഫെയിൽ ആവുന്നത്. അപ്പോൾ കൂടുതൽ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് അവിടെ ഈ ഒരു സെക്ഷൻ അൺഎക്കണോമിക്കലായി മാറുക ചെയ്യുന്നത്. അപ്പോൾ ഓവർ റീഇൻഫോഴ്സ് സെക്ഷൻ എന്ന് പറയുന്നത് അൺഎക്കണോമിക്കലാണ്, അതുപോലെ തന്നെ സേഫും അല്ല അല്ലേ. ഫെയിലിയർ എന്ന് പറയുന്നത് സഡൻ ഫെയിലിയർ ആയിരിക്കും വാർണിംഗ് ഇല്ലാതെ. അപ്പോൾ ഓവർ റീഇൻഫോഴ്സ് സെക്ഷനിൽ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? ഒരിക്കലും
മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എം യു ലിമിറ്റിനേക്കാളും കൂടാൻ പാടില്ല. അപ്പോൾ നമ്മളിവിടെ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ എം യു ലിമിറ്റാണ് കണ്ടുപിടിക്കുക. ഓക്കെ, അതായത് മാക്സിമം സ്ട്രെയിൻ കോൺക്രീറ്റിലും മാക്സിമം സ്ട്രെയിൻ സ്റ്റീലിലും അറ്റൈൻ ചെയ്യുമ്പോൾ ഉള്ള മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് എം യു ലിമിറ്റ്. അപ്പോൾ ഒരു സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എം യു ലിമിറ്റാണ്. അപ്പോൾ ഈ കേസിൽ എക്സ് യു ഗ്രേറ്റർ ദാൻ എക്സ് യു മാക്സ് വരുന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും ആ മാക്സിമം വാല്യൂ ഉള്ള എക്സ് യു ഇട്ടിട്ട് നമ്മൾ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കില്ല. ഓക്കെ, ആ ഒരു സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം മൊമെൻ്റ് എന്ന് പറയുന്നത് എം യു ലിമിറ്റാണ്. അപ്പോൾ നമ്മൾ ഇതിലും, അതായത് ഓവർ റീൻഫോഴ്സ് സെക്ഷനിലും മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എം യു ലിമിറ്റ് തന്നെയാണ്. ഓക്കെ, ഏറ്റവും ഒരു സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എം യു ലിമിറ്റാണ്, ഏത് കേസ് ആയാലും. ഓക്കെ, ഇവിടെ എക്സ് യു ഗ്രേറ്റർ ദാൻ എക്സ് യു മാക്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ ആ വാല്യൂ വെച്ച് കണ്ടുപിടിക്കില്ല. കാരണം മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സേഫ്റ്റി ക്രൈറ്റീരിയ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് യു ഗ്രേറ്റർ വന്നു എന്ന് പറഞ്ഞിട്ട് എക്സ് യു ആ ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്ട്രക്ചർ ശരിക്കും സേഫ് അല്ലാതാവുക ചെയ്യുക, നമ്മളെ റെസിസ്റ്റിംഗ് മൊമെൻറ്റ് കൂടുതലുണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ. അപ്പോൾ എപ്പോഴും നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏത് സെക്ഷൻ ആയാലും റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം മൊമെൻ്റ് എന്ന് പറയുന്നത് എം യു ലിമിറ്റ് ആയിരിക്കും, റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം. ഓക്കെ, അണ്ടർ റീൻഫോഴ്സിൻ്റെ കേസിൽ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എം യു ലിമിറ്റിനേക്കാളും കുറവായിരിക്കും. ഓവർ റീൻഫോഴ്സിൽ വരുമ്പോൾ എക്സ് യു വാല്യൂ എക്സ് യു മാക്സിനേക്കാളും കൂടുന്നുണ്ട്. എന്നാൽ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഒരിക്കലും എം യു ലിമിറ്റിനേക്കാളും കൂടാൻ പാടില്ല. അപ്പോൾ നമ്മളിത് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സ് യു ഈക്വൽ ടു എക്സ് യു മാക്സ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അതായത് ആസ് പെർ ബാലൻസ് സെക്ഷനിൽ വരുന്ന അതേ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആയിരിക്കും ഈ കേസിലും വരിക. അതായത് എക്സ് യു എന്നുള്ളത് ഈക്വൽ ടു എക്സ് യു മാക്സ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഓവർ റീൻഫോഴ്സ് സെക്ഷനിൽ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എം യു ലിമിറ്റ് ആയിരിക്കും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ബാലൻസ്, അണ്ടർ റീൻഫോഴ്സ് ആൻഡ് ഓവർ റീൻഫോഴ്സ് സെക്ഷൻ. ഈ ഫിഗർ ക്ലിയർ ആയോ? ഓക്കെ.